നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. +1 NCERT SCERT ടെക്സ്റ്റ് ബേസ്ഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സുകളാണ്. ചാപ്റ്റർ വൈസ് ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 9ഉം 10ഉം. ബാക്കി ഇതിന് മുന്നേ ഉള്ള 8 വരെയുള്ള ചാപ്റ്റേഴ്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ വീഡിയോ കഴിഞ്ഞ ശേഷം അതിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 9ാമത്തെ ചാപ്റ്റർ ആണ് ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ എന്നതാണ് ചാപ്റ്ററിന്റെ പേര്. കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്. അപ്പൊ ഇതിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്: ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം. ഇന്ത്യൻ ഭരണഘടന എന്നാണ് അംഗീകരിക്കപ്പെട്ടത്? 1949 നവംബർ 26. അപ്പൊ ഇന്ത്യൻ ഭരണഘടന എന്നാണ് അംഗീകരിക്കപ്പെട്ടത്? 1949 നവംബർ 26 തീയതിയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ഡേറ്റ്, ഇന്ത്യ റിപ്പബ്ലിക് ആയ ഡേറ്റ് 1950 ജനുവരി മാസം 26. ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും വിവാദപരമായത് 42ാം ഭേദഗതിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതിയാണ് ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും വിവാദപരമായത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങൾ ഏതെല്ലാമാണ്? അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട്, കൂട്ടിച്ചേർക്കലുകളുണ്ട്, അല്ലെങ്കിൽ എടുത്തുകളയലുണ്ട്. ഇതിനെയാണ് ഭേദഗതി എന്ന് പറയുന്നത്. അപ്പം ഭരണഘടന ഭേദഗതി ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങൾ, പ്രൊസീജിയർ ഫോർ ദ അമെൻഡ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണ്? ഭരണഘടനയിൽ പുതിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ചില വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഭേദഗതി അഥവാ അമെൻഡ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ PSC പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭാഗമാണ് SCERT. അപ്പൊ SCERTക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 120 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ച് കോഴ്സ് ജനുവരി 19 അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സും അതുപോലെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ബെവ്കോ LD എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അതുപോലെ CPO എക്സാമിനും CEO എക്സാമിനും ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനും ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HSA എക്സാമിന് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളും 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ് അധികാരമുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം പാർലമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 ഭേദഗതിയെ കുറിച്ച് വിശദീകരിക്കുന്നത്. ആർട്ടിക്കിൾ 368. ഇന്ത്യൻ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ അയവുള്ളതും, അതായത് ഫ്ലെക്സിബിളും, ചില ഭാഗങ്ങൾ ദൃഢമായതുമാണ്, റിജിഡുമാണ്. അപ്പം ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ എന്ന് പറയുന്നത് അയവുള്ളതും ചില ഭാഗങ്ങൾ ദൃഢമായതുമാണ്. അതുകൊണ്ട് തന്നെ 3 രീതികളിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. അത് ഓർത്തിരിക്കുക. 3 രീതികളിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്താവുന്നത്. ഏതൊക്കെയാണ് ആ 3 രീതികൾ? ഒന്ന്, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി. പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം
സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയുള്ള ഭേദഗതി. ഏതൊക്കെയാണ്? പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയുള്ള ഭേദഗതി എന്നിവയാണ് അവ. അപ്പൊ ആദ്യത്തേത് കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതിയാണ്. അതെന്താണ്? ഭരണഘടനയിലെ ചില വകുപ്പുകളെ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം കൊണ്ട് ഭേദഗതി ചെയ്യാൻ വേണ്ടി കഴിയും. പാർലമെന്റിന്റെ ഇരുസഭകളും കേവല ഭൂരിപക്ഷത്തോടെ പാസാക്കുന്ന ഇത്തരം ഭേദഗതി ബില്ലുകൾ പ്രസിഡന്റ് അനുമതി നൽകുന്നതോടെ നിയമമായിട്ട് മാറും. ഭരണഘടനയുടെ ഈ ഭാഗം വളരെ അയഞ്ഞതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷം മതി ഇത് ഭേദഗതി ചെയ്യാൻ. ഭേദഗതിയുടെ നടപടിക്രമവും വളരെ ലളിതമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവയിൽ മാറ്റം വരുത്തുക, പൗരത്വം സംബന്ധിച്ച വകുപ്പുകൾ എന്നിവയിൽ ഇത്തരം ഭേദഗതിയാണ് ചെയ്യുന്നത്. അപ്പൊ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി, ഉദാഹരണം പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവയിൽ മാറ്റം വരുത്തുക, പൗരത്വം സംബന്ധിച്ച വകുപ്പുകൾ. ഓക്കെ, ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതിയാണ്. ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ മാറ്റം വരുത്താൻ പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷം അഥവാ പ്രത്യേക ഭൂരിപക്ഷം വേണം. 2/3 ഭൂരിപക്ഷം അഥവാ പ്രത്യേക ഭൂരിപക്ഷം വേണം. ഇരുസഭകളിലും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2/3 അംഗങ്ങളുടെ പിന്തുണയ്ക്കാണ് പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനയുടെ ചില ഭാഗങ്ങളിൽ മാറ്റം വരുത്താൻ കേവല ഭൂരിപക്ഷം പോരാ, പ്രത്യേക ഭൂരിപക്ഷം വേണം. അപ്പൊ എന്താണ് പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത്? ഇരുസഭകളിലും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2/3 അംഗങ്ങളുടെ പിന്തുണയ്ക്കാണ് എന്ത് പറയുന്നത്? പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയുള്ള ഭേദഗതി. അപ്പൊ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും വേണം, കൂടാതെ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. അതാണ് മൂന്നാമത്തെ രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുന്നത്. ഭരണഘടനയിലെ ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം ഇന്ത്യയിലെ പകുതിയിലധികം സംസ്ഥാന നിർമ്മാണ സഭകളുടെ അംഗീകാരവും ആവശ്യമാണ്. ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാൻ പ്രയാസമാണ് എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ദൃഢമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഭാഗങ്ങളൊക്കെ ഭേദഗതി ചെയ്യാൻ, ഉദാഹരണം ഭരണഘടനയിലെ ഫെഡറൽ ഘടന, മൗലിക അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കപ്പെടുന്നത് ഇതിലൂടെയാണ്. ഇതിൽ ഭേദഗതി വരുത്തണമെങ്കിൽ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും പിന്നെ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയുള്ള ഭേദഗതിയെ ഇതിൽ വരുത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വളരെ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്റർ 10, ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം, ദ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യത്തെ ചോദ്യം, നാഗാലാൻഡിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? നാഗാലാൻഡിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 371A. ആർട്ടിക്കിൾ 371A. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ എന്തെല്ലാം? ക്രിറ്റിസിസം എഗെയിൻസ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ധാരാളം വിമർശനങ്ങളുണ്ട്. പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഒതുക്കമില്ലാത്തതാണ് എന്നതാണ്. ഒതുക്കമില്ലാത്തത്. രണ്ടാമത്തെ വിമർശനം ശരിയായ പ്രാതിനിധ്യമില്ലാത്തതാണ്. ശരിയായ പ്രാതിനിധ്യമില്ലാത്തതാണ്. മൂന്നാമത്തേത് വൈദേശിക സ്വഭാവമുള്ളതാണ്. വൈദേശിക സ്വഭാവമുള്ളതാണ്. ഏലിയൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഒതുക്കമില്ലാത്തതാണ്, ശരിയായ പ്രാതിനിധ്യമില്ലാത്തതാണ്, വൈദേശിക സ്വഭാവമുള്ളതാണ്. അപ്പൊ ഈ ഓരോന്നും എന്താണ് ഉദ്ദേശിക്കുന്നത്? ആദ്യത്തേത് ഇന്ത്യൻ ഭരണഘടന ഒതുക്കമില്ലാത്തതാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒതുക്കമില്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ഭരണഘടനയുടെ കാതലായ കാര്യങ്ങളെല്ലാം ഒറ്റ പ്രമാണത്തിൽ തന്നെ ആയിരിക്കണമെന്ന ആശയമാണ് ഈ വിമർശനത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ഇത് യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ല.
ഉദാഹരണമായി മറ്റ് രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സിവിൽ സർവീസ് കമ്മീഷൻ എന്നിവയെ പറ്റിയുള്ള നിയമങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ ഇത്തരം കാര്യങ്ങളും ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ബൃഹത്തായ ഗ്രന്ഥവുമാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ ഒതുക്കമില്ല എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സിവിൽ സർവീസ് കമ്മീഷൻ എന്നിവയെ പറ്റിയുള്ള നിയമങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മറ്റ് രാജ്യങ്ങളിൽ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെല്ലാം ഭരണഘടനയിൽ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു വിമർശനം എന്ന് പറയുന്നത് ശരിയായ പ്രാതിനിധ്യം ഇല്ലാത്തതാണ് എന്നതാണ്. ഇന്ത്യൻ ഭരണഘടന പ്രാതിനിധ്യ സ്വഭാവമില്ലാതെയാണ് തയ്യാറാക്കപ്പെട്ടതെന്ന് വിമർശകർ ആരോപിക്കുന്നു. ഈ വിമർശനത്തോടും പൂർണ്ണമായിട്ടും യോജിക്കാനാവില്ല. എങ്ങനെ? ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ ആയിരുന്നില്ല, മറിച്ച് നിയന്ത്രിത വോട്ടവകാശത്തിലൂടെ ആയിരുന്നു. ഈ അർത്ഥത്തിൽ ഭരണഘടന വേണ്ട പ്രാതിനിധ്യമില്ലാതെ തയ്യാറാക്കപ്പെട്ടു എന്ന് പറയാം. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളും സംവാദങ്ങളും പരിശോധിച്ചാൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അതിലെ അംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ആ നിലയ്ക്ക് എല്ലാ ജനങ്ങളുടെയും അഭിപ്രായങ്ങൾക്ക് ഭരണഘടന വേണ്ടത്ര പ്രാതിനിധ്യം നൽകിയിരുന്നുവെന്ന് വ്യക്തമാണ്. മൂന്നാമത്തെ ഒരു വിമർശനം എന്ന് പറയുന്ന വൈദേശിക സ്വഭാവമുള്ളതാണ് എന്നതാണ്. ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും വൈദേശിക സ്വഭാവമുള്ള ഒന്നാണെന്നും അത് ഇന്ത്യയിലെ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതല്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ ഭരണഘടനയിലെ പല വകുപ്പുകളും വിദേശ ഭരണഘടനയിൽ നിന്നും കടമെടുത്തവയാണെന്ന് നമുക്കറിയാം. ബോറോഡ് കൺസെപ്റ്റ്സ് ഉണ്ട്. പക്ഷെ അതെല്ലാം അന്ധമായ കടമെടുക്കലായിരുന്നില്ല. അവയെല്ലാം ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി നാം പരിഷ്കരിക്കുകയും നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് 3 വിമർശനങ്ങളും അതിനെ സാധൂകരിക്കുന്ന ആശയങ്ങളും. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ പരിമിതികൾ എന്തെല്ലാമാണ്? ലിമിറ്റേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 3 പരിമിതികളാണ് പ്രധാനമായിട്ടുള്ളത്. ആദ്യത്തേത്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ദേശീയ ഐക്യത്തിൻ്റെതായ ഒരു കേന്ദ്രീകൃത ആശയമുണ്ട്. രണ്ടാമത്തേത്, കുടുംബത്തിനുള്ളിലെ ലിംഗനീതി പോലെയുള്ള പ്രശ്നങ്ങളെ അത് മറച്ചുവെച്ചു. 3, സാമൂഹിക സാമ്പത്തിക അവകാശങ്ങളെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം നിർദ്ദേശക തത്വങ്ങളുടെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയത്. ഇതൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പരിമിതികൾ അഥവാ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ദേശീയ ഐക്യത്തിൻ്റെതായ ഒരു കേന്ദ്രീകൃത ആശയമുണ്ട്. കുടുംബത്തിനുള്ളിലെ ലിംഗനീതി പോലെയുള്ള പ്രശ്നങ്ങളെ അത് മറച്ചുവെച്ചു. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങളെയും മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം നിർദ്ദേശക തത്വങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിനെ പറ്റി പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.